we have a paper on human-centric skills and well-being beyond IQ. This topic reminds us that life is about more than just intelligence. It's also about how we feel, how we interact, and how we grow. Let's welcome Hari Prasad S. from Durga HSS Kanyangad to share his thoughts. Good evening, everyone. I'm Hari Prasad from Durga Higher Secondary School, Kasaragod. So, I think you guys are familiar with the topic human-centric skills now. Yeah, in human-centric skill, like we have all the things IQ. Like beyond IQ, there are certain things that led to for success. With IQ, we could able to score better mark in our examinations, and we could conceptually understand technical things. Like beyond IQ, we need to have what? Beyond IQ, we need to have emotional intelligence, soft skills, mental well-being, and digital identity. So, excuse me, sir. Slide work ചെയ്യുന്നില്ല. Yeah, all right. Thanks. Sorry. So, beyond IQ, we need to have emotional intelligence, mental well-being, and social skills. So, what are emotional intelligence? So, emotional intelligence, nothing but it is. Sorry, once again. So, emotional intelligence is nothing but understanding our emotion. In emotional intelligence, we need to understand our emotion and also need to understand others' emotion and take a wise and mature decision among with that. So there are 4 pillars regarding with the emotional intelligence. That is self-awareness, self-regulations, empathy, and also soft skills. Like soft skills. Soft skills like that, how we operate ourselves as a human in a system, or like system in a crowd, or like in a group of peoples, like how we interact with them, how we communicate with them, and how we take decision among them. So I have got an example for you in both emotional. Sorry. So I have got an example for you. Like we all know that. Okay. So we all know that the MS Dhoni, like MS Dhoni എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കൂൾ ആയിട്ട് നമുക്ക് അറിയപ്പെടുന്നുണ്ട്. ലൈക്ക് വൈ ഡസ് ഹിം കോൾ ആസ് ക്യാപ്റ്റൻ കൂൾ? ലൈക്ക് ഇൻ എ ഫൈനൽ മാച്ച്, ഒരു ക്രിക്കറ്റിൽ ഒരു ഫൈനൽ മാച്ച് നടക്കുകയാണെങ്കിൽ ദ ഹോൾ നാഷൻ ഈസ് ക്യൂരിയസ് അബൌട്ട് ദ മാച്ച്. ലൈക്ക് വാട്ട് ഗോണ ഹാപ്പൻ നെക്സ്റ്റ്. അപ്പം എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ്. അതൊരു ടീമാണ് അതൊരു. അപ്പോൾ ടീമിൽ എങ്ങനെയാണ് ടീം മെമ്പേഴ്സിൻ്റെ ഇമോഷൻ, ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ടീം മെമ്പേഴ്സിൻ്റെ ഇമോഷൻ ക്യാച്ചപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഹി നീഡ് ടു കൺട്രോൾ ഹിസ് ഓൺ ഇമോഷൻ ആൻഡ് ടേക്ക് റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം അണ്ടർ ദാറ്റ് പെർട്ടിക്കുലർ പ്രഷർ. സോ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. കാരണം ഒരു ടീമിനെയാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ബില്യൺസ് ഓഫ് പീപ്പിളിൻ്റെ ഇമോഷനെയും കൂടിയാണ്. സോ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഇറ്റ്സ് ഓൾസോ പ്ലേ എ മേജർ റോൾ ഇൻ ദി സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ മെൻ്റൽ വെൽബീങ് ആൻഡ് മൈൻഡ്ഫുൾനെസ്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ കയ്യിൽ എല്ലാതരം സ്കില്ലും ഉണ്ട്, നമ്മൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മെൻ്റലി ഡൗൺ ആണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ മെൻ്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫിസിക്കലി എത്ര ഫിറ്റ്, നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് എത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ മെൻ്റൽ ഫിറ്റ്നസ്സിന് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മൾ മെൻ്റലി നമ്മൾ ഓൾറൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഈ സ്കിൽസൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെൻ്റൽ ബിൽഡ്നെസ്, അതായത് ഈ ഒരു മെൻ്റൽ വെൽബീങ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക? ലൈക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക ഫസ്റ്റ്. ബിക്കോസ് നമ്മൾ ഫിറ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പകുതിയും പോകും. കാരണം ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു 50% ഓഫ് അവിടെ ഒരു ഡ്രോപ്പ് വരും. കാരണം വി ഫെൽറ്റ് ഇൻസെക്യൂർ അവർ സെൽഫ്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ബ്രീത്തിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ആൻഡ് തിങ്ക് ചെയ്യുക, എന്നിട്ട് റിയാക്ട് ചെയ്യുക. ഓക്കെ. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈക്ക് ഫോക്കസ്, സ്ട്രെസ് റെസ്പോൺസ്, ബെറ്റർ ഡിസിഷൻ, സെൽഫ് റെഗുലേഷൻ.
ആൻഡ് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ലൈക്ക് നമ്മളെ ഒരു ഹ്യൂമനായിട്ട് എങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റീസ് ബിക്കം അവർ സെക്കൻഡ് ഫേസ് ലൈക്ക് സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മളെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൗസൻഡ്സ് ഓഫ് റുപ്പീസ് നമ്മൾ കോസ്മെറ്റിക്സിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നവരാണ്. ലൈക്ക് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു സെക്കൻഡ് ഫേസ് എന്ന നിലയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ പീപ്പിൾസ്, അതായത് ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ കിട്ടിയൊരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ കീപ് അവർ സോഷ്യൽ മീഡിയ ഹൈജീൻ ആൻഡ് ഓൾസോ എന്താ പറയുക, ആൻഡ് പ്രൊഫഷണൽ ഫുഡ് പ്രിൻറ്റ്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ ആക്റ്റീവായിരിക്കുക. ആൻഡ് ക്ലീൻ ഓൺലൈൻ ബിഹേവിയർ. സോ ഡെവലപ്പിംഗ് ദീസ് സ്കിൽസ്. സോ ഹൗ കുഡ് വി ഡെവലപ്പ് ദീസ് സ്കിൽസ്? ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പോസ് ബിഫോർ റിയാക്ടിങ്. ജസ്റ്റ് ഒരു 5 സെക്കൻഡിൽ 10 സെക്കൻഡ് നമ്മൾ തിങ്ക് ചെയ്യുക വാട്ട് ഗോണ റിയാക്ട്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് റിയാക്ട് ചെയ്യുന്ന മേ ബി അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ആൻഡ് ദ സോഫ്റ്റ് സ്കില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ആൾക്കാരിലോട്ട് ഇറങ്ങി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എവിടുന്നും പഠിക്കുന്ന കാര്യമല്ല, നമ്മൾ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ പഠിച്ചുണ്ടാക്കി നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. വി ഷുഡ് ഹാവ് ടു പ്രിപ്പയർ അവർ സെൽഫ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻ അവർ ലൈഫ്. സോ കൺക്ലൂഷനിൽ നോക്കുകയാണെങ്കിൽ IQ എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ ഡോർ. നമുക്ക് അതിലോട്ട് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് IQ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. ബട്ട് AI എന്ന് പറയുന്നൊരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാട്ട് എത്രയോ ഫാസ്റ്റാണ് പ്രോബ്ലം സോൾവിങ്ങിന്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മനുഷ്യർ ഇപ്പോൾ യുണീക്ക് ആയിരിക്കുന്നത് AI സംബന്ധിച്ചിടത്തോളം? ബിക്കോസ് വി കുഡ് നെഗോഷിയേറ്റ് ആൻഡ് വി കുഡ് മാനേജ് കോൺഫ്ലിക്ട്സ്. ലൈക്ക് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാർഗൈനിങ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓൺലി മനുഷ്യന്മാർക്ക് കൊണ്ടേ ചെയ്യാൻ പറ്റൂ. അതൊരിക്കലും AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ഇപ്പോഴും എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സോ താങ്ക് യു. Thank you, Hariprasad. Your paper on human-centric skills and well-being beyond IQ. Your paper emphasizes that emotional intelligence and soft skills are crucial for long-term career success. Yes. How can we systematically integrate these skills in training and learning? ലൈക്ക് നമ്മൾ ഈ ഒരു മോട്ടിവേഷനും ഡിസിപ്ലിനും വെച്ച് നോക്കുകയാണെങ്കിൽ, മോട്ടിവേഷൻ അതായത് നമ്മൾ ലോങ് ടേം ആയിട്ട് നോക്കുമ്പോൾ അതെപ്പോഴും ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കാര്യം കേട്ട് മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ മോട്ടിവേഷൻ വിൽ ബി ഷോർട്ട് ടേം. ആ ഒരു ആക്ടിവേഷൻ എനർജിയിൽ നമ്മളത് ചെയ്തു പോകും. പിന്നെ ആക്ടിവേഷൻ എനർജി അവിടെ കുറയുമ്പോൾ നമ്മൾ അതും കൂടി അവിടെ വിട്ടുകളയും. പക്ഷെ നമ്മളൊരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ഒരു റുട്ടീൻ ബേസ്ഡിൽ ഇതൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് ലോങ് ടേം സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. Okay. And your study reveals a significant gap between students and professionals in digital literacy and personal branding. Yes. How can young students be better prepared to manage their online presence effectively? ലൈക്ക് നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണെങ്കിൽ നമുക്ക് സാധാരണ ഒരാൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ഇതിലൊക്കെ ഇറങ്ങിയ ഒരാൾ യൂസ് ചെയ്യുന്നതായിട്ട് കുറേ ഡിഫറൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അവെയർ വാട്ട് ആർ ദ ഓപ്ഷൻസ് വി ആർ അവൈലബിൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മളെ പ്രൊഫൈലിൽ എന്താ പറയുക പേഴ്സണൽ ബ്രാൻഡിങ് അങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ബട്ട് ഇപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് ദർ, ശ്രീനാഥ്. ലൈക്ക് അവൻ്റെ ഇൻസ്റ്റഗ്രാം എടുക്കുകയാണെങ്കിൽ ഹീസ് മെയിൻറ്റെയിനിങ് എ വെൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബിക്കോസ് ഹീസ് എ ഓണർ ഓഫ് 3 സ്റ്റാർട്ടപ്പ് ഹിംസെൽഫ്. അപ്പം ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് എക്സാമ്പിൾ അവനായിരിക്കും. അവൻ്റെ അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണലിസ്റ്റ് അവിടെ കാണാൻ പറ്റും. ലൈക്ക് ഇപ്പം ഞാൻ എടുത്തു നോക്കിയപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റി. ലൈക്ക് അങ്ങനെയാണ്. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. Okay. Mental well-being and mindfulness are highlighted as essential for sustainable productivity. What practical strategies can we must adopt to manage stress and avoid burnout? Like when I talk about burnout, I experienced a lot before the last year. Like ഞാൻ 11th ഉണ്ടാകുന്ന സമയത്ത് I got so many backlogs. So I would like ഇന്ന് ഞാൻ എന്തായാലും 12 മണിക്കൂർ ഇരുന്ന് പഠിക്കും, 10 മണിക്കൂർ ഇരുന്ന് പഠിക്കും. എന്നിട്ട് പഠിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിയുമ്പോൾ I feel like ഇത് പോയി.
ആൻഡ് പിന്നെയാണ് ഞാൻ ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഇങ്ങനെയൊന്നല്ല കാര്യങ്ങൾ. നമ്മൾ ഫസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ ബിൽഡ് ചെയ്യുക. എന്നിട്ട് കുറേ ടെക്നിക്ക് ഉണ്ട്, പൊമഡോറോ ടെക്നിക്ക്, അതുപോലെ തന്നെ 5 മിനിറ്റ് റൂള്, 2 മിനിറ്റ് റൂള്, അതുപോലെ തന്നെ 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇതൊക്കെ നമ്മൾ ബ്രെയിനിനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഡോപ്പമിൻ, ഒരു ഡോപ്പമിനാണ് നമുക്ക് എന്താ പറയുക ഹാബിറ്റ് ഫോർമേഷനും. അതുപോലെ തന്നെ ഇതൊരു ലൂപ്പ് കണക്കെയാണ്. അതായത് ഒരു ക്യൂ റിവാർഡ് സിസ്റ്റത്തിലായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ബേൺ ഔട്ട് ഇല്ലാതെ ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റും. Okay, thank you, Hari Prasad. താങ്ക് യു.